അല്ല പൈസ ചിലപ്പോൾ പോണ് ഈ അങ്ങനെ നടന്നിട്ട് വേഗത്ത് പാർക്കൊക്കെ പോവാണേ. പുത്തൂര് പാർക്കൊക്കെ പോവാണല്ലേ. കാണുന്നില്ല ഞങ്ങള് ബസ്സിലാ പോണേ. ബസ്സിനാണെങ്കിൽ ബസ്സിന് പോവാ, പിന്നെ അവിടുന്ന് ഓട്ടോക്കും പോവാ. പുത്തൂര് ഏണ്ട് പോവാ നമ്മള്? തൃശ്ശൂരല്ല, പുത്തൂര്, കോട്ടക്കൽ പുത്തൂര് പാർക്ക്. അപ്പൊ ഞാൻ തൃശ്ശൂര് കലോത്സവത്തിനായില്ലേ, അത് കേട്ട് പഠിച്ചതാ. പുത്തൂര് അവിടെയാണ്. അവിടെ പിന്നീൻ്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ കോട്ടൊക്കെ പോയിട്ട് വരാം. കോട്ടൊക്കെ പോയിട്ട് വരാം, എന്നിട്ട് കളിക്കലാ. കൊടുക്ക നല്ല ഗൈസ്. അപ്പം ഇന്നൂസും ഉണ്ട്, ഉണ്ണി ഞാനും കൂടെ പോവാണ്. ഹലോ ഗൈസ്, ഫോൺ എടുത്താ ഗൈസ്. ഹലോ ഗൈസ്, താങ്ക് യു. നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ വൈകുന്നേരമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 4:30 കഴിഞ്ഞു കേട്ടോ. വെയിലൊക്കെ കുറഞ്ഞതിൻ്റെ ശേഷമാണ് ഇറങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഫോൺ ഓണാക്കിയാൽ തുടങ്ങും ഗൈസ്. പുത്തൂരാണ് കേട്ടോ ഞങ്ങൾ. നല്ല രസമുണ്ട്. വാ, അങ്ങനത്തെ പുത്തൂരെത്തി കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. താജ്മഹൽ എക്സ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയിട്ടില്ല. ഒന്നാമത് ഇന്നിപ്പോൾ പാർക്കൊക്കെ പോകാന്നുള്ള ഇതിലാണ് വന്നത്. ഇനി എക്സ്പോക്ക് പിന്നെ പോവാം. ഇപ്പം ആദ്യം ഇവിടെ പോയി നോക്കട്ടെ കേട്ടോ. നല്ല കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു പാർക്കാണ്. ഇതുവരെ കയറിയിട്ടില്ല. കയറണം ഇങ്ങനെ കുറേ കാലം ഇങ്ങനെ പൂതി വെച്ച് നിൽക്കണം. അങ്ങനെ ഇന്നിപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇവരായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പാസ് എടുത്തിട്ട് അങ്ങോട്ട് കയറുകയാണ്. കുട്ടികൾക്ക് 30 റുപ്യാണ് കേട്ടോ ഒരാൾക്ക്. കുട്ടികൾക്ക് എല്ലാ റൈഡിലും കയറാം. കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് റൈഡ് അവിടെ ഉണ്ട്. നന്നായിട്ട് എൻജോയ് ചെയ്ത് എത്ര വേണമെങ്കിലും, പിന്നെ സമയം ഇല്ല, എത്ര വേണമെങ്കിലും അവിടെ എല്ലാറ്റിലും കയറി ആസ്വദിച്ചിട്ട് നമുക്ക് എപ്പോഴാണോ പോരണേ അതുവരെ നമുക്ക് അവിടെ നിന്നിട്ട് എല്ലാറ്റിലും കയറിയിട്ടൊക്കെ പോരാട്ടോ. പിന്നെ നമുക്കും അതിലൊക്കെ ഇരിക്കും കയറുമൊക്കെ ചെയ്യാം. നമുക്ക് പറ്റിയിട്ടുള്ള കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഇരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഉണ്ണിക്കും മിന്നുനും ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ ഒരു 4:45 ആ ഒരു ടൈമിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കണത്. കുറച്ച് ചൂടും വെയിലൊക്കെ മാറിയതിന് ശേഷം പോകാൻ കരുതിയിട്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ആടി തെമിടക്കൊന്നുണ്ട്. നമ്മളത് നോക്കി നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കണ, അതിലേറെ സന്തോഷമായി. അവിടെ നിൽക്ക് വാ. ഇത് കയറിക്കോട്ടെ ഓള് കയറി, ഇത് കഴിയട്ടത്. അങ്ങോട്ട് വാ. ഇതില അത് ചെറുതാണ്. സംഭവം കൊള്ളാട്ടോ, എല്ലാം നല്ല രസമുണ്ട്. ഇനി ഇതിൽ കയറിക്കോ, കയറ്. കുട്ടി ആദ്യം കയറിക്കോളും. കയറും. കയറിയാ? ഇങ്ങോട്ട് വാ, ഉള്ളു കൂടി ഉണ്ട്, വാന്നേ. കുട്ടി കയറി കേട്ടോ. എനിക്ക് നിൽക്ക് കുട്ടി ആദ്യം നീ കയറട്ടെ. ഇതിൽ കയറും ഉണ്ണിയ. വാ.
ദില 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 ഉണ്ണി 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 ദില 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 ഇറങ്ങ ദില ഇറങ്ങ ദില ഇറങ്ങ. അങ്ങനെ എല്ലാറ്റിലും ഇവർ അടിച്ച് പൊളിച്ച് കയറിയിരിക്കുന്നു കേട്ടോ. പിന്നെ ഇത്ര സമയത്തിനുള്ളിൽ കയറി ഇറങ്ങണം അങ്ങനത്തെ ഒരു ലിമിറ്റ് ഇല്ലാത്തത് കൊണ്ട് മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. വന്ന എല്ലാവരും നല്ല, ഞങ്ങൾ പോയപ്പോൾ വലിയ തിരക്കില്ലെങ്കിലും പിന്നീട് നല്ല തിരക്കായി കേട്ടോ, നല്ല തിരക്കായിരുന്നു. പിന്നെ ഒന്നാമത് അപ്പുറത്ത് എക്സ്പോ കൂടെ നടക്കുന്നത് കൊണ്ടേ അവിടെ ഉള്ളവരും ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇവിടെ ഉള്ളവർ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എല്ലാവരും. ഞങ്ങൾ പിന്നെ എക്സ്പോക്ക് പോയിട്ടില്ല, പോകണം. ഇനി സമയം ഉണ്ടെങ്കിലല്ല, അത് നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ അതിലൊക്കെ പോകണമെന്നുണ്ട്. അങ്ങനെ ഊഞ്ഞാലും അതിലെല്ലാറ്റിലും കയറി നാട്ടിൽ. പിന്നെ എന്താ പറയാ ഞാനിത് ഇങ്ങനെ വീഡിയോ നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഈ ഉണ്ണിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ന്യൂസിന് എല്ലാറ്റിലും ഒപ്പം കയറണം, അങ്ങനത്തെ ഒരു ഇതാണ്. ഒന്നിൽ കയറി അടുത്തിൽ കയറി അങ്ങനെ അങ്ങനെ. മറ്റോളം അങ്ങനെയല്ല, ഒന്നിൽ കയറി കഴിഞ്ഞാൽ അത് മാക്സിമം എൻജോയ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ അതിന് പോയിട്ട് മറ്റേലെത്തുള്ളൂ. ഒന്നിന് മാക്സിമം നിൽക്കുന്നുണ്ട് കേട്ടോ ആള്. ഈ ഊഞ്ഞാലിലൊക്കെ നമുക്ക് ഇരിക്കാട്ടോ, വലിയവർക്കൊക്കെ ഇരിക്കാം. അങ്ങനെ അതിലൊക്കെ ഇരുന്ന് ഞാൻ കുറേ ആടി. പിന്നെ കുറേ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് കുറേ ലിമിറ്റും കാര്യങ്ങളും ഉണ്ടായി. മറ്റുള്ളവരൊക്കെ പോരുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ വീഡിയോ എടുക്കുന്ന സമയത്ത്. അപ്പം ആ ഒരു ഇതിൽ എന്താ പറയുക, ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണിനെ കയറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞു പിന്നെ ഉണ്ണിക്ക് കയറാൻ പറ്റാത്തൊരിതായി. നല്ല ആൾക്കാർ വന്നപ്പോഴേ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോവുക, ഓൾക്ക് നിൽക്കാനും ഇരിക്കാനും ഒന്നും പറ്റണില്ല. അപ്പോൾ അതിന് പെട്ടെന്ന് ഓളങ്ങണ്ട് എടുത്തിട്ടാ. പിന്നെ ഇന്നൂസ് പിന്നെ ഫുള്ളതിൽ കളിച്ച് അങ്ങോട്ട് ആർമാദിച്ചു. ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഇതവിടെ കുറേ ഉണ്ട്. സ്ട്രോബെറി ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്, അങ്ങനെ കുറച്ചൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇത് എന്താ സാധനം എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഞാൻ അതിൻ്റെ ഇപ്പോൾ സ്ട്രോബെറിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സ്ട്രോബെറിൻ്റെ ഒരു വെള്ളം മൈക്ക് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ അതേപോലെ ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ വരിക. എന്നിട്ട് പിന്നെ ബാക്കി സംഭവം കാര്യങ്ങളൊക്കെ അതിക്കിട്ട് ആഡ് ചെയ്യണം കേട്ടോ. സംഭവം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം 2 വാങ്ങിച്ചു, ഒന്ന് സ്ട്രോബെറിയും വാങ്ങിച്ചു, ഒന്ന് ഗ്രീൻ ആപ്പിളും വാങ്ങിച്ചു കേട്ടോ. സംഭവം ആദ്യമായിട്ട് കാണാണത്. ഇൻസ്റ്റയിലൊക്കെ ഇപ്പം ട്രെൻഡായിട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, ഞാനും കണ്ടിട്ടുണ്ട് ഇത് വീഡിയോസൊക്കെ പലരും. അപ്പം ഇത് സൂപ്പർ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഇത് ഒന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഒന്ന് വാങ്ങിച്ചു. അവൻ 3 വാങ്ങിച്ചു, 2 ഓരോന്നും. അതിന് അതേപോലെ ഒരു ഗ്രീൻ ആപ്പിളും വാങ്ങിച്ചു കേട്ടോ. 2 നല്ല പിടിച്ചേക്കണു. അപ്പൊ ഇനി പുത്തൂര് ഈ ഒരു പാർക്കിലോട്ട് ആരെങ്കിലുമൊക്കെ വരണുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കൂട്ടോ. സംഭവം അടിപൊളിയാണ്. ഈ വെക്കേഷനും കാര്യങ്ങളൊക്കെ അല്ലേ, ഇഷ്ടപ്പെടും. ഇവിടെ വോയിസ് ഓവർ കൊടുക്കണതേ അവിടെ പാട്ടിടുന്നുണ്ട്. അപ്പൊ നമുക്ക് കോപ്പിറൈറ്റ് വരും എന്ന് കരുതിയിട്ടാ ഞാനിവിടെ ഇങ്ങനെ വോയിസ് ഓവർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് ഗ്രീൻ ആപ്പിൾ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അതിന് നേരെ അപ്പുറത്ത് എല്ലാവർക്കും കയറാൻ പറ്റിയ, നമുക്കും കുട്ടികൾക്കും എല്ലാവർക്കും കയറാൻ പറ്റിയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ മറ്റേ തോണി, അതേപോലെ ഹെലികോപ്റ്റർ, പിന്നെ ലിഫ്റ്റ്, അങ്ങനെയുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഒക്കെ കുറേ അവിടെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇവര് ഹെലികോപ്റ്ററിൽ കയറ്റി 2 ആദ്യമായിട്ട് കയറുകയാണ്. ഇന്നൂസും ആദ്യം കയറുകയാണ്, ഉണ്ണിയും ആദ്യം കയറുകയാണ് കേട്ടോ. അപ്പൊ അതിൽ കയറ്റി അതിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ കൂടെ ഒരു മന്ദപ്പേ കാലൊക്കെ കൂടെ ഇതിങ്ങനെ റൗണ്ട് കയറ്റിയിടേ. അങ്ങനെ അതങ്ങനെ കയറ്റി കൊടുത്തു. പിന്നെ അപ്പുറത്തുള്ള മറ്റേ സ്വിമ്മിങ് ഉണ്ട്. അപ്പൊ അതില് സ്വിമ്മിങ് അല്ല, മറ്റേ വെള്ളത്തിലുള്ള ബോട്ട്